തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട്. എന്തിനെക്കുറിച്ചും ഒരു പദ്ധതി. ജെറമിയ 29:11 പറയും, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ കാലതാമസമെടുക്കും. ചിലതൊക്കെ സംഭവിക്കുമ്പോൾ എന്തിനെന്ന് നമുക്കറിയില്ല. കുറേ നാളുകൾ കഴിയുമ്പോഴാണ് അതിൽ മറിഞ്ഞിരിക്കുന്ന പദ്ധതി മനസ്സിലാക്കുക. റോമാലേഖനം 8:28 മുതലുള്ള വാക്യങ്ങളിൽ പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു എന്ന്. ചില നൊമ്പരങ്ങളും അപ്രതീക്ഷിത അനുഭവങ്ങളും വരുമ്പം നമ്മൾ പെട്ടെന്ന് വാടാറുണ്ട്. പക്ഷെ നമ്മൾ വാടരുത്. അതിൽ മറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക. താൽക്കാലികമായി ഉണ്ടാകുന്ന ചില നൊമ്പരങ്ങൾ, ചില കൈപ്പേറിയ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് തളർത്തും. കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ഒന്നും പറയാതെ സ്നേഹപൂർവ്വം ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. കുറേ നാളുകൾ കഴിയുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്ന പദ്ധതി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് കാര്യങ്ങൾ കാണുക. ദൈവം അതിനപ്പുറത്താണ്. ഒരു ദിവസം ഇന്നലെ ഓഫീസിൽ നിന്ന് പോന്നപ്പം ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നോർത്ത് തല പുകഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും ഈ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അസ്വസ്ഥത കാണിച്ചേക്കാം. ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ഉള്ളിയുടെ തൊലി പൊളിച്ചതുപോലെ ആ പ്രശ്നം തീരുന്നതായിട്ട് കാണാം. കുടുംബത്തിൽ ഞാൻ എങ്ങനെ വിജയിക്കും ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ നിന്ന് ഒരുപാട് വേദനയോടെ ഓർത്തു. പക്ഷേ ഇതാ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ ആ പ്രശ്നം സൂര്യപ്രകാശത്തിൽ മഞ്ഞുപോലെ ഉരുകുന്നു. കെട്ടിവന്ന മരുമകളുടെ പെരുമാറ്റം എങ്ങനെ ഞാൻ ഉൾക്കൊള്ളും എന്നോർക്കുമ്പോഴാണ് പ്രാർത്ഥിച്ച് ആ മകളെ ഉൾക്കൊള്ളാൻ ഒരമ്മയ്ക്ക് ശക്തി, ആ അമ്മയെ ഉൾക്കൊള്ളാൻ മകൾക്ക് ശക്തി. നമ്മൾ ദൈവത്തോട് ചേർന്നങ്ങിരുന്നോളുക. എന്തിൻ്റെയും ഏതിൻ്റെയും പുറകിലുള്ള പദ്ധതി ദൈവം നമുക്ക് കാണിച്ചു തരും. നമ്മൾ ജീവിതത്തിൽ നിരാശപ്പെടരുത്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അസ്വാഭാവികമായി എന്തോ സംഭവിച്ചതുപോലെ ഓർത്ത് മനസ്സ് നീറുകയും വരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമ്മളെല്ലാം വിട്ടുകൊടുക്കുക. പലരും പറയുമല്ലോ, കുറേ കാലം കഴിയുമ്പം എൻ്റെ അച്ഛാ ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്നാ പിടികിട്ടിയത്. വണ്ടി അപകടത്തിൽ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞു, ദൈവം ഉണ്ടോ? എവിടാ ദൈവം? ദൈവം ഇല്ലെന്നാണ് തോന്നുന്നത്. അതേ വ്യക്തി 6 മാസം കഴിഞ്ഞ് പറയുക, അച്ഛാ ആ കിടപ്പിൽ ശരീരം തളർന്ന് ഒരു വശം തളർന്ന് ഏതോ ഒരു മയങ്ങിയ അവസ്ഥയിൽ അദ്ദേഹം കിടന്നിരുന്ന വരിയിൽ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തെ ദൈവം എടുത്തത് നന്നായി എന്ന്. ഒരുപാട് അനുഭവങ്ങളിൽ നമുക്കൊക്കെ ഈ തിരിച്ചറിവുകൾ ലഭിക്കുന്നു. ചിലത് സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും.
പക്ഷെ ക്ഷമാപൂർവ്വം നമ്മൾ ഇരിക്കുമ്പോൾ ഓരോന്നിലും ദൈവം മറച്ചു വെച്ച ഒരു പദ്ധതി കണ്ടെത്താൻ പറ്റും. ഏത് മതത്തിൽപ്പെട്ടാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടാലും ഈ തിരിച്ചറിവും ഈ കണ്ടെത്തലുമാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടതും നമ്മളെ ബലപ്പെടുത്തേണ്ടതും. ഇന്നേ ദിവസം എന്തു വരുമ്പോഴും ഓർക്കുക, അതിൻ്റെ പുറകിൽ ദൈവം വെച്ചൊരു പദ്ധതിയുണ്ട്. ആ ക്ഷമയോടും പ്രതീക്ഷയോടും കൂടി മുന്നേറുവാൻ ഈ പുതിയ ദിവസത്തിൽ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.